വെയിറ്റ്, ഇതുപോലെ ഒരു പാറ്റേൺ ഡ്രോയിങ് ചെയ്താലോ? ഒരു പേപ്പർ എടുക്കുക, പേപ്പറിൽ നിറയെ സ്ക്വയേഴ്സ് വരച്ചു കൊടുക്കുക. ഇതുപോലെ എൻ്റെതൊരു ഭാഗത്തായിട്ട് കുറച്ച് കുറഞ്ഞാണ് സ്ക്വയർ. ചെറിയ ചെറിയ പോരായ്മകളൊക്കെ പറയണമെന്നാണല്ലോ. ഈ ഡ്രോയിങ് പാറ്റേൺ അല്ലെങ്കിൽ സെൻറ്റങ്കിൾ സ്റ്റൈൽ ഞാൻ എൻ്റെ സ്കെച്ച് ബുക്കിലാണ് കേട്ടോ ചെയ്യണത്. ഒരു ബ്ലാക്ക് ജെല്ലി പെൻ എടുക്കുക, ഈ ലൈന് അതുമാതിരി വരച്ചു കൊടുക്കുക. പിന്നെ ഈ കാണുന്ന മാതിരി കേർവായിട്ട് 4 സൈഡും വരച്ചു കൊടുക്കുക. അങ്ങനെ എല്ലാ സ്ക്വയറും ഫില്ലാക്കുക. ഇന്ന് വീഡിയോ എടുക്കാൻ കുറച്ച് വൈകി, കാരണമൊന്നുമല്ല, രാത്രി 12-ന് ശേഷമല്ല ബുക്ക് ഞാനൊന്ന് വായിച്ച് തീർത്ത്. വായിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ഓർത്തത് ചാനലിൽ വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടില്ല. പെട്ടെന്ന് തന്നെ ലൈറ്റ് ഓൺ ആക്കി ക്യാമറയും വെച്ച് ഒരു ബുക്കും പേനയും എടുത്ത് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തു തുടങ്ങി. ഈ ഒരു ആർട്ട് വർക്ക് നമ്മളെ സ്ട്രെസ്സൊക്കെ കുറയ്ക്കാൻ സഹായിക്കും. പിന്നെ ഒരു ചെറിയ ടൈം പാസ്സും ആവും. നമ്മുടെ ഉള്ളിലുള്ള ക്രിയേറ്റിവിറ്റി ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാനും ഈ സെൻറ്റങ്കിൾ സ്റ്റൈല് നമ്മളെ സഹായിക്കും. പിന്നെ നോട്ട്ബുക്കും ഡയറിയൊക്കെ ഡെക്കറേഷൻ ചെയ്യാനും നമുക്കിത് യൂസാക്കാം. പിന്നെ ഒരു ചെറിയ വാൾ ഡെക്കോർ അതിനും പറ്റും. സത്യം പറഞ്ഞാൽ എല്ലാം കൊണ്ടും ഉപകാരമുള്ള ഒരു ആർട്ടാണ്. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കണ്ട കേട്ടോ. കൂടെ ഒരു ലൈക്കും തന്ന് സപ്പോർട്ടാക്കിക്കോളി. ഇത് ഡ്രോ ചെയ്ത് കാണാൻ നല്ല രസമാട്ടോ. നിങ്ങൾക്ക് സ്ട്രെസ്സൊക്കെ ഉള്ള ടൈമിൽ ചെയ്തോക്കാം കേട്ടോ. അതാവുമ്പം ഒരു റിലാക്സേഷനൊക്കെ കിട്ടും. പറഞ്ഞ് നമ്മളെ പാറ്റേൺ ഡ്രോയിങ് ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട.